നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് സാധനങ്ങൾ കാണിക്കാതെ ഇത് ഞാൻ പറയുന്നില്ലേ, നേരെ കണ്ട് പോവാം. ഫങ്ഷൻ വെയറായിട്ടോ ഡെയിലി വെയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉടുത്തോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ല ഒരു സോഫ്റ്റി സിൽക്ക് സാരി, ഒരു എന്താ പറയുക, നമ്മൾ എപ്പോഴും ഫങ്ഷന് വലിയ പട്ട് തിളങ്ങി അങ്ങനെയൊന്നും അല്ലാതെ ഇച്ചിരി ലളിതം സുന്ദരമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ട് സാരി എടുത്തു. ഇതിപ്പോൾ എല്ലാത്തിൻ്റെയും ബേസ് കളർ ഈ ഒരു കളറാണ്. ഒരു ക്രീമിൻ്റെ ഒക്കെ ഒരു ബേജൊക്കെ ബേജ് എന്ന് പറയാൻ പറ്റത്തില്ല, ക്രീമിൻ്റെ ഒക്കെ ഏതോ ഒരു ഷെയ്ഡ്. അതിൻ്റെ അടുത്ത് ഇങ്ങനെ വീതിയുള്ള കോൺട്രാസ്റ്റ് ബോർഡർ, അതാണ് ഈ സാരിയുടെ ഫ്ലോറൽ പ്രിൻറ്റും. ഇങ്ങനെ വരും ബോഡി. ബ്ലൗസ് ഇത് വരുവേ ബ്ലൗസ്. ഇതാണ് ബ്ലൗസ്. സോഫ്റ്റിയാണ്, സിൽക്കിയാണ്. എന്നാൽ പ്യുവർ സിൽക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. റേറ്റും കൂടെ വെച്ച് നോക്കിയിട്ട് വേണം നമ്മളതിനെ കൺസിഡർ ചെയ്യാൻ. വില എത്ര? 850, 950 അല്ലേ. ഇതിൻ്റെ ഇനിയുള്ളതെല്ലാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഒരു ബോർഡറിൻ്റെ കളർ മാത്രം മാറും, ബാക്കിയെല്ലാം സെയിം. മെറ്റീരിയൽ നല്ല സോഫ്റ്റാണ്, ഒട്ടും സീത്രൂ അല്ല, നല്ല സോഫ്റ്റുമാണ്, നല്ല കംഫർട്ടാണ്, നല്ലൊരു വെറൈറ്റിയാണ്. കോൺട്രാസ്റ്റ് ബുട്ടായുള്ള ഈ ഒരു ബുട്ടായും ബോർഡറും ഉള്ള ഈ ഒരു ബ്ലൗസും കൂടെ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടുത്തെ ഈ ബോർഡർ നല്ല ബുട്ടായൊക്കെ ആയിട്ട് ഇവിടെ ഇത് വരുമ്പോൾ ആ ഒരു ഫങ്ഷൻ ടച്ച് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി അത് വേണ്ട, ഒരു സ്പെഷ്യൽ വെയറായിട്ട് ഓഫീസിലൊക്കെ കൊടുക്കണമെങ്കിൽ അന്നും കൊടുക്കാം. ഡെയിലി വെയറായിട്ട് കൊടുക്കത്തില്ല എന്ന് ഓർത്തും പറഞ്ഞിട്ടില്ല. ഇത്രയും ഡെയിലി വെയറാക്കി കളയണമെന്നില്ല. റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഡെയിലി വെയറിൻ്റെ കൂട്ടത്തിൽ പെടുത്താം. അടുത്ത ഇവിടുത്തെ ബോർഡറിനെ കഴിഞ്ഞ് വീതി കൂടുതലുണ്ട് താഴത്തെ ബോർഡറിന്. എന്താണ് വരുമ്പോൾ ഇങ്ങനെ അല്ലല്ലേ. എന്താണ് എന്തെങ്കിലും എന്നോട് മൊഴിയുവാനുണ്ടോ? എന്തോ മൊഴിയുവാൻ ഉണ്ടായിരുന്നു. ഈ കുടയ്ക്ക് എന്നോട് മാത്രമായി, ഈ മഴയ്ക്ക് എന്നോട് മാത്രമായി അല്ലേ. എന്നിലെ കവി ഉണരുന്നില്ല, കാരണം വല്ലൊരു എഴുതി വെച്ചത് ഞാൻ കൊപ്പി പിടിച്ചു പറയും. ടീ ബ്ലൂ ഷെയ്ഡ് നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു സിൽവർ ബോർഡറൊക്കെ എല്ലാത്തിലും ഉണ്ട്, എല്ലാത്തിലും അങ്ങനെ തന്നെ. ഈ ഒരു സിൽവർ വീവ് ചെയ്ത ബോർഡറും കൂടെ ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി, നല്ലൊരു ലുക്കാണ്. അതിന് ചേരുന്ന നമ്മളൊരു പേളിൻ്റെ ഒക്കെ മാലയൊക്കെ ഇട്ട് തുടങ്ങി അല്ലേ, മനസ്സിൽ വിചാരിച്ചിട്ടല്ലേ തുടങ്ങി. പേളുമാലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഇതാണ് കളറെങ്കിൽ ഈ കളറിൻ്റെ നല്ല ഉരുണ്ട വലിയ മുത്തുള്ള പേളുമാല ഇടണം. വേറെ ലുക്കാണ് നമുക്കപ്പോൾ. ഇട്ട് നോക്ക്. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ബ്ലൗസ് മാത്രം സെപ്പറേറ്റഡാണ്. അതെന്നാന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഞാനൊന്നും ചെയ്തിട്ടില്ലേ, ഇത് പുതിയത് വന്നതാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ഇത് കണ്ടോ. ഇനി വേറൊരു ടൈപ്പ് സാരി കൂടെ കാണിക്കാം. ഇതും ഇങ്ങനെ തന്നെ വീതി ബോർഡറുള്ള നല്ലൊരു സാരിയാണ്. ഇതിനകത്തുണ്ടല്ലോ, ഇതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തോന്നും ഇത് വീവിങ് ആണ്. സത്യത്തിൽ ഇത് വീവിങ് അല്ല, പറ്റിച്ചു. ഇത് പ്രിൻ്റാണ്. ഞാനാണോ പറ്റിക്കപ്പെട്ടത്? നോക്കട്ടെ. എനിക്കിങ്ങനെ നോക്കാതെ ഒരു മനസ്സിലൊക്കെ ഉണ്ട്. ഓവർ കോൺഫിഡൻസ് എന്ന് പറയും അതിന്. അതാണെന്നുള്ളത്. ഇത് പ്രിൻ്റല്ലേ? ഇത് പ്രിൻ്റാണല്ലോ അല്ലേ. ഈ കറിയൊക്കെ വെക്കുമ്പോഴേ ഉപ്പൊന്നും നോക്കത്തില്ല, ഓവർ കോൺഫിഡൻസാണ്. ഉപ്പോ പുളിയോ സാധനങ്ങളൊന്നും നോക്കത്തില്ല, ഇതൊന്നും നോക്കത്തില്ല. എൻ്റെ വീട്ടുകാർ അനുഭവിക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് പറയുന്ന കമൻസാണ്. എൻ്റെ വീട്ടുകാരുടെ കാര്യം എനിക്കല്ലേ കിട്ടുന്നു. നല്ല മെറൂൺ ഷെയ്ഡ്, ഇങ്ങനെ പ്ലെയിൻ ബോഡി ഇങ്ങനെ കണ്ടോ. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇതെല്ലാം
നമുക്ക് ഇത് ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിലും എടുക്കാം, നമുക്ക് ഇതിനെ ഫങ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിൽ മാറ്റാം. എങ്ങനെ, അതായത് കുറച്ച് വലിയ കമ്മലോ വലിയ മാലയോ ഒക്കെ അങ്ങനെ ആക്സസറി ഒക്കെ ഇട്ട് മാറ്റാം. നല്ല പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ഞൊറിഞ്ഞെടുത്ത് നല്ല സുന്ദരി തരുണി മണികളായിട്ട് വലിയ ഫങ്ഷൻ ആണെങ്കിൽ ഒരു മുടിയൊക്കെ അങ്ങോട്ട് എന്താ പറയുക ബ്ലോഡറൈ ഒക്കെ ചെയ്തൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് മുന്താണിയെ ബ്ലൗസ് ഉണ്ടോ പോയി കഴിഞ്ഞാൽ ഈ സാരിയാണെന്ന് ഉടുത്തേക്കുന്ന ഇത്ര വിലയുടെ സാരിയാണെന്നൊന്നും ആരും പറയത്തില്ല. നല്ല വില കൂടിയ സാരിയാണ്. ഒരു നമ്മൾക്ക് പാർട്ടി ടച്ചും നമുക്ക് സ്പെഷ്യൽ ടച്ചും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ ഡ്രസ്സ് മാത്രമല്ല എടുക്കണം, ഡ്രസ്സിൻ്റെ കൂടെ. ഓ ഇതിനകത്ത് പേപ്പറുണ്ടേ, ഇത് പേപ്പർ ഞാനും കൂടെ തമ്മിൽ യുദ്ധത്തിലാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇത് കണ്ടോ, ഇത് പ്ലെയിൻ ബോർഡർ അല്ല, ഇതിലൊരു ടെമ്പിൾ ഡിസൈൻ പോകുന്നുണ്ട്, സെൽഫ് ഡിസൈൻ. സൂക്ഷിച്ച് നോക്കിയാലേ കാണത്തില്ല, അത് സൂക്ഷിച്ച് നോക്കിയാൽ പോലും കാണത്തില്ല. പിന്നെ വീഡിയോയ്ക്കകത്ത് കാണുമോ എന്ന് പോലും അറിയത്തില്ല. എൻ്റെ മുഖമൊക്കെ ഇന്ന് ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു. കണ്ടോ നല്ല രസമല്ലേ ബ്ലൗസ്. ഇതിന് 4 കളറേ ഉള്ളായിരുന്നോ എന്നുള്ളത് എൻ്റെ ഡൗട്ട്. ഇത് വേറെ എവിടെയോ മാറിയിരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. കുറേ കളർ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയാണെന്ന് പറഞ്ഞത്. പിന്നെ ഈ ആഴ്ചയിലത്തെ പുതിയ കളക്ഷൻസ് എല്ലാം ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ. കടയിൽ നേരിട്ട് വരുന്നവർക്ക് കുർത്തി മെയിൻലി ഫങ്ഷൻ വെയർ കുർത്തിയും വന്നിട്ടുണ്ട്. പിന്നെ പ്രീമിയം കളക്ഷൻസ് ഇസബെല്ലയുടെ ഓൺ പ്രീമിയം കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഡെയിലി വെയർ കുർത്തി വന്നിട്ടുണ്ട്. പിന്നെ ചുരിദാർ സെറ്റ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതിനകത്ത് പുതിയ മോഡൽ ഒക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ബ്രാസോ ഷോളും എന്നാ പറയുക അങ്ങനത്തെ ബ്രാസോ ഷോളിൻ്റെ വെറൈറ്റീസും ക്രിസ്മസ് കളക്ഷനും എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ സാരി ഒന്നും ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കൂടാതെ ബനാറസി സാരി, പ്യുവർ ബനാറസി എല്ലാം വന്നിട്ടുണ്ട്. മൊഡാൾ വന്നിട്ടുണ്ട്. വരുവാണെങ്കിൽ എല്ലാം എടുത്ത് സന്തോഷമായി എന്നെ ചോദിച്ച് കേട്ടെങ്കിലും പോവാം. ഒരു ദിവസം വാ, എല്ലാവരുടെ വാ വീട്ടിലോട്ടൊക്കെ. അടുത്തത് നല്ലൊരു വയലറ്റ് കളർ നോക്കേണോ? ഇപ്പോൾ പറ്റിയേക്കുന്ന സംഭവം എന്നാണെന്നറിയോ, ഞാൻ മൈക്ക് കുത്തിയിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞു എന്നെ കാണിച്ചാലും ഞാൻ ഒന്നും കൂടെ വീഡിയോ എടുക്കത്തില്ല, എനിക്ക് പറ്റത്തില്ലെന്ന്. സെലിബ്രിറ്റീസൊക്കെ അങ്ങനെയല്ലേ, വീണ്ടും ടേക്ക് പറയരുത്, ടേക്ക് എടുക്കരുതെന്നല്ലേ. എനിക്കൊന്നും പറ്റത്തില്ല. ഒന്നാമത് ഇതിങ്ങനെ ഒന്ന് എടുക്കുന്നതിൻ്റെ പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ മൈക്ക് എൻ്റെ പൊന്നോ, എനിക്ക് എൻ്റെ കൈ തന്നതാണെന്നുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ. മനുഷ്യനല്ലേ, ഒരബദ്ധം പറ്റാത്ത പോലീസുകാരനുണ്ടോ? ഏത് പോലീസുകാരനും ഒരബദ്ധം പറ്റുമല്ലേ, അത്രേ ഉള്ളൂ. ഇത് കണ്ടാറുണ്ടല്ലോ, പ്രിൻ്റ് ആണെന്നല്ലേ തോന്നുള്ളൂ. എപ്പോഴും അബദ്ധം പറ്റുന്ന പോലീസുകാരനില്ലെന്നല്ലേ. എനിക്ക് എപ്പോഴും അബദ്ധം പറ്റുന്ന കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ കുറച്ചെണ്ണം ഇതിനൊക്കെ CID പണിക്ക് വല്ലതും വിടണമായിരുന്നു. ഇത് കണ്ടാൽ ശരിക്കും വീവിങ് ആണെന്നല്ലേ തോന്നുള്ളൂ. ഇത് പ്രിൻ്റാണേ, പക്ഷെ അതാണ് അതിൻ്റെ ഭംഗി, അതാണ് അതിൻ്റെ ബ്യൂട്ടി. വീവിങ് ആണെന്ന് തോന്നുകയും ചെയ്യും, നമ്മുടെ കാന്തവർക്ക് ചെയ്ത സാധനമാണെന്ന് തോന്നുകയും ചെയ്യും. എന്നാൽ അങ്ങനെ അല്ലതാനും നല്ല സിമ്പിളായിട്ടുള്ള സാരി. ഇനി ഞാൻ ചുരിദാർ സെറ്റൂടെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വെച്ച് കട്ട് ചെയ്യുവാണ്. കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം കേട്ടോ.